മനുഷ്യ, ഞാൻ രോഗിയായി എന്നറിഞ്ഞിട്ട് നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ. ഉടനെ മനുഷ്യൻ ചോദിക്കും, യാ റബ്ബ്, എന്റെ റബ്ബേ, കൈഫ അഊദുക, നിന്നെ ഞങ്ങൾ എങ്ങനെ കാണാനാണ്, നിന്നെ എങ്ങനെ ഞങ്ങൾ സന്ദർശിക്കാനാണ്. വഅൻത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീൻ അല്ലയോ. അപ്പൊ അള്ളാന്റെ മറുപടിയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. അവിടെ വെച്ച് അള്ളാഹു ചോദിക്കും, അമാലിം, നീ അറിഞ്ഞിരുന്നില്ലേ, അന്നഅബ്ദീ ഫുലാന, എന്റെ ഇന്നാലുള്ള അടിമ രോഗിയാണെന്ന് നീ അറിഞ്ഞിട്ട് ഫലം തഉദുഹു, നീ അദ്ദേഹത്തെ പോയി സന്ദർശിച്ച് ആശ്വസിപ്പിച്ചില്ലല്ലോ. അമാലിംത, നിനക്കറിയാമല്ലേ, നിനക്ക് മനസ്സിലാക്കാമായിരുന്നില്ലേ, അന്നക ലൗ ഉത്തഹു, നീ ആ മനുഷ്യനെ പോയി സന്ദർശിച്ചിരുന്നുവെങ്കിൽ ലവജത്തനീ ഇൻദഹു, അയാളുടെ അടുക്കൽ നിനക്ക് എന്നെ കണ്ടെത്തുക തന്നെ ചെയ്യാമായിരുന്നു. അപ്പൊ രോഗിയെ കാണാൻ പോകുന്നത് അള്ളാനെ കാണാൻ പോകലായിട്ടാ പഠിപ്പിക്കുന്നത്. രോഗിയെ കാണാൻ പോകുന്നത് അള്ളാഹ്ക്ക് വേണ്ടി രോഗം കാണാൻ പോകണം, അള്ളാഹ്ക്ക് വേണ്ടി ഭക്ഷണം നൽകണം, അള്ളാഹ്ക്ക് വേണ്ടി ആഹാരം നൽകണം, അള്ളാഹുവിന് വേണ്ടി ഒരാളെ സ്നേഹിക്കണം, അള്ളാഹുവിന് വേണ്ടി ഒരാളെ വെറുക്കണം. മൻ അഅതാലില്ലാഹ് വമനഅലില്ലാഹ് വഅഹബ്ബലില്ലാഹ് വഅബ്ഗദലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾക്ക് കൊടുത്തു, അള്ളാന്റെ കൂലി ഉദ്ദേശിച്ച് കൊടുത്തില്ല, അള്ളാന്റെ കൂലി ഉദ്ദേശിച്ച് ഒരാളെ ഇഷ്ടപ്പെട്ടു, അള്ളാന്റെ പേരിൽ ഒരാളോട് വെറുത്തു, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവന്റെ ഈമാൻ പൂർണ്ണമായി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് സഹജീവികളോടുള്ള കാരുണ്യം കാണിക്കുന്നവർക്കേ അള്ളാഹിനെ സന്തോഷത്തോടെ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മോട് വളരെ ഗൗരവത്തോടെ പറയുന്നത്, നിർബന്ധമായ ഒരു കാര്യമല്ലാത്ത കാര്യങ്ങളിൽ പോലും ഒരാൾ വീഴ്ച വരുത്തുമ്പോ അത് നാളെ പരലോകത്ത് ചോദ്യമുണ്ടെങ്കിൽ നിർബന്ധ കാര്യങ്ങളെക്കുറിച്ച് റബ്ബ് എത്രത്തോളം ചോദിക്കും. സകാത്തിന്റെ കാര്യം അല്ലേ, നിർബന്ധമായ കാര്യമാണ്. പാവങ്ങളുടെ ആഹാരത്തിന്റെ കാര്യമാണ്, അവർക്ക് അന്നം കിട്ടേണ്ടുന്ന കാര്യമാണ്. ഇസ്ലാം വളരെ ഗൗരവത്തോടെ പറഞ്ഞിട്ട് ലൈലത്തുൽ ഖദറിന്റെ രാവിൽ പുണ്യവും പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ജനങ്ങളെ, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലമായ കവാടങ്ങൾ എനിക്ക് മുമ്പിൽ തുറന്നു തായോ എന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നവരെ, അള്ളാഹിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ റബ്ബ് പറഞ്ഞത് കേട്ടവർക്കല്ലാതെ അവിടെ പോയി അവന്റെ മുമ്പിൽ നിൽക്കാനാകുമോ? അള്ളാഹ് പറഞ്ഞില്ലേ, നിന്റെ സമ്പത്തിന്റെ വിഹിതത്തിൽ നിന്ന് നീ സക്കാത്ത് കൊടുക്കണം, നീ സക്കാത്ത് കൊടുക്കണം. സ്വർണമുണ്ടോ, സക്കാത്ത് കൊടുക്കണം. വെള്ളിയുണ്ടോ, സക്കാത്ത് കൊടുക്കണം. നിന്റെ പക്കൽ കറൻസി ഉണ്ടോ, സക്കാത്ത് കൊടുക്കണം. ശമ്പളം വാങ്ങുന്ന പ്രവാസികളെ കണക്ക് നോക്കിയോ? ആയിരക്കണക്കിന് ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയമുള്ള പ്രവാസികളെ, കണക്ക് നോക്കിയിട്ടുണ്ടോ നമ്മൾ? എന്റെ സമ്പത്തിന്റെ അളവ് എത്രയാണ്? 595 ഗ്രാം അതല്ലെങ്കിൽ 590 ഗ്രാം വെള്ളിയുടെ വില നിലവാരത്തിന് തുല്യമായത്ര ക്യാഷ് ഒരു കൊല്ലം തികഞ്ഞ് ചെലവുകൾ കഴിച്ചെന്റെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ 2.5%, 2.5%, 2.5% എന്റേതോ നിങ്ങളുടേതോ അല്ല, അത് മറ്റുള്ളവന്റെ അവകാശമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൊടുക്കാതെ, നമ്മുടെ ശമ്പളത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കാതെ, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് സക്കാത്ത് കൊടുത്ത് ശുദ്ധീകരിക്കാത്ത മുതൽ തിന്നാൽ നിങ്ങൾ എത്ര അള്ളാനോട് ഏത് ഖദറിന്റെ രാത്രിയാണ് ഉറപ്പുള്ള രാത്രിയിൽ യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് എന്ന് ചോദിച്ചാലും അന്നാ യുസ്തജാബു ലഹു, എങ്ങനെ ഉത്തരം കിട്ടാനാ? കാരണം ഹറാമല്ലേ തിന്നുന്നത്, ഹറാമിലൂടെയല്ലേ വസ്ത്രം ധരിച്ചത്, ഹറാമിലൂടെയല്ലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്, പലിശയിലൂടെയല്ലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്, ഹറാമായ രൂപത്തിലല്ലേ സമ്പാദിച്ചത്. നീ വേണ്ടതൊന്നും നീ വേണ്ട രൂപത്തിൽ ചെയ്തില്ലല്ലോ. നിന്റെ സക്കാത്ത് നീ കൊടുത്തിട്ടില്ലെങ്കിൽ, പ്രിയമുള്ള പ്രവാസികളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എത്രയാണ് നിങ്ങളുടെ ആഭരണം? ബാങ്ക് ലോക്കറിൽ എത്ര? നിങ്ങളുടെ ശരീരത്തിൽ എത്ര? നിങ്ങളുടെ ശരീരത്തിൽ അണിഞ്ഞു നടക്കുന്നത് എത്ര? ആയിരക്കണക്കിന്, അതുപോലെ ലക്ഷക്കണക്കിന് രൂപയുടേതായ ആഭരണങ്ങളും താങ്ങി നടക്കുന്ന സഹോദരിമാരെ, ചിന്തിച്ചോ? അള്ളാനെ കണ്ടുമുട്ടണ്ടേ? അള്ളാന്റെ കോടതിയിൽ പോയി നിൽക്കണ്ടേ? അവൻ പറഞ്ഞത് കേൾക്കാത്തവരെ അവന്റെ മുമ്പിൽ അവൻ നിർത്തുമോ? അവൻ ചോദിച്ചിട്ടുള്ളത് 100 പവനുണ്ടെങ്കിൽ 2.5 പവനാണ്, 85 ഗ്രാം സ്വർണമുണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. കണക്ക് പറയാനും സുദീർഘമായി സംസാരിക്കാനും പറ്റിയ ഒരു വേദിയല്ല ഇത്. സൂചനകൾ മാത്രം നൽകുകയാണ്. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത്, ആ സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് മുഴുവനും ലോഹത്തകിടുകളാക്കി നരകാഗ്നിയിൽ വെച്ച് ചുട്ടുപഴുപ്പിച്ച് വയുഹ്മാ സുമ്മ യുഹ്മാ അലൈഹാ في نار جهنم يوم يحمى عليها
ഫീ നാരി ജഹന്നം, നരകത്തിയിൽ വെച്ചുകൊണ്ട് നമ്മുടെ സമ്പത്തെല്ലാം അങ്ങ് ചുട്ടുപൊള്ളിച്ചതാ ചൂടാക്കുകയാണ്. ഫതുക്വാ ബിഹാ, എന്നിട്ടതുകൊണ്ട് പൊള്ളിക്കപ്പെടും. ജിബാഹുഹും, അവരുടെ നെറ്റിത്തടങ്ങളും, വജുനൂബുഹും, അവരുടെ പാർശ്വഭാഗങ്ങളും, വളുഹൂറുഹും, അവരുടെ പുറഭാഗങ്ങളും. അവരുടെ ശരീരത്തിൽ അവർ മുതൽ കൊടുക്കാൻ അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്ത്, അതിൽ നിന്നുള്ള കൃത്യമായ വിഹിതം നൽകാതെ, സകാത്ത് കൊടുക്കാതെ കൂട്ടിവെച്ചിട്ടുള്ള മുതൽ എത്രയാണെങ്കിലും അത് മുഴുവൻ ലോഹത്തകിടുകളാക്കി നരകാഗ്നിയിൽ വെച്ച് ചുട്ടുപഴുപ്പിച്ച് അത് നിന്റെ ബോഡിയിൽ വെച്ച് ചുട്ടുപഴിപ്പിക്കുന്ന ഒരു ദിവസം വരുമ്പോ അന്ന് നീ വേദന കൊണ്ട് പൊട്ടി നീ കരഞ്ഞ് ആ ഏറ്റവും വലിയ രൂപത്തിലുള്ള അട്ടഹാസങ്ങൾ അട്ടഹാസിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരലിവും നിന്നോട് തോന്നുകയില്ല. അവൻ നിന്നോട് പറയുന്നത് ഇത്ര മാത്രമായിരിക്കും: അദാ മാ കനസ്തും ലിയൻഫുസിക്കും, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂട്ടിവെച്ച മുതലാണിത്, അതുകൊണ്ട് ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, കൂട്ടിവെച്ച മുതലിന്റെ ദുരന്ത ഫലം ഇന്നൊന്ന് അനുഭവിച്ചോ. ഇനിയും കേൾക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമ്പത്തൊരാൾക്ക് നൽകിയിട്ട് ആ സമ്പത്തിന്റെ സകാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ സമ്പത്ത് മുഴുവനും വലിയ ഉഗ്രവിഷമുള്ള കാളസർപ്പത്തിന്റെ രൂപത്തിലേക്ക് അള്ളാഹു രൂപാന്തരം നടത്തും. എന്നിട്ടത് മഹ്ശറിൽ നിന്റെ കഴുത്തിൽ ചാർത്തപ്പെടും. എന്നിട്ട് ആ പാമ്പ് നിന്റെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് മുറുക്കിയിട്ട് ആ പാമ്പ് നിന്നെ ഇങ്ങനെ കടിക്കും. കടിച്ച് നിന്നെ കൊത്തി മുറിവേൽപ്പിക്കുമ്പോ വേദന സഹിക്കാതെ നീ അട്ടഹസിക്കുമ്പോ ആ പാമ്പ് നിന്നോട് പറയും: മനമാലുക, ഞാൻ നിന്റെ സമ്പത്താണടോ, അനകൻസുക, ഞാൻ നിന്റെ നിധിയാണടോ എന്ന് പറഞ്ഞു പാമ്പ് വീണ്ടും വീണ്ടും അവനെ ഇങ്ങനെ കൊത്തി നോവിച്ചുകൊണ്ടിരിക്കുമ്പോ വാ പിളർന്ന് നിൽക്കുന്ന പാമ്പിന്റെ വായിലേക്ക് കൈയിടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന രംഗമൊന്ന് കണ്ടു നോക്കൂ. ഹബീബിന്റെ വാചകങ്ങളാണ്. ആ വാ പിളർന്ന് നിൽക്കുന്ന പാമ്പിന്റെ വായിലേക്ക് അവനങ്ങ് കൈയിടുമ്പോ പരിശുദ്ധമായ ഹദീസിൽ നമുക്ക് കാണാം, മുള്ളങ്കി കടിച്ചു പറിക്കും പോലെ ആ പാമ്പ് അവന്റെ കൈ അങ്ങ് കടിച്ചു പറിച്ചു തുപ്പുകയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹിക്കാനാകുമോ പ്രിയമുള്ളവരെ? അള്ളാഹനെ കണ്ടുമുട്ടണം, സന്തോഷത്തോടെ എന്റെ നാഥനെ കാണണം എന്ന് മോഹം വെച്ചതുകൊണ്ടായോ? റഹ്മാനായ റബ്ബ് പറഞ്ഞതൊന്നും ചെവിക്കൊള്ളാതെ എങ്ങനെ അവന്റെ മുമ്പിലേക്ക് നമുക്ക് പോയി നിൽക്കാൻ സാധിക്കും? അതുകൊണ്ട് സക്കാത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, വൻ പാപങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുക. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കാണണ്ട ചിലരെ എന്ന്. എനിക്ക് കാണണ്ട, ഞാൻ അവരെ നോക്കൂല, ഞാൻ അവരെ നോക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 3 വിഭാഗം ആളുകൾ അല്ലാഹു നാളെ പരലോകത്ത് അവരെ നോക്കുക പോലുമില്ല, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സഹാബിമാര് പറഞ്ഞു, ആരാണ് പ്രവാചകരെ അവര്? അല്ലാഹു നോക്കാത്തവരാരാണ്? അല്ലാഹു അവരെ കാണുക പോലുമില്ല. റബ്ബ് അവരെ ഒന്ന് സന്തോഷത്തിന്റെ ഒരു നോട്ടം പോലും, കാരുണ്യത്തിന്റെ ഒരു നോട്ടം പോലും അവരോട് നോക്കൂല, അവരോട് റബ്ബ് സംസാരിക്കൂല, അവരോട് റബ്ബിന് ഏറ്റവും വലിയ വെറുപ്പായിരിക്കും. ആരാണെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ മുസ്ബിൽ, ഉടുതുണി നെരിയാണിക്ക് താഴെ താഴ്ത്തി ഉടുക്കുന്നവൻ, നെരിയാണിക്ക് താഴെ പാൻസോ തുണിയോ ഒക്കെ ധരിക്കുന്നവന് റബ്ബിന് നാളെ പരലോകത്ത് വേണ്ട. റബ്ബ് അവന്റെ മുഖത്തേക്ക് നോക്കുകയില്ല, കാരുണ്യത്തിന്റെ നോട്ടം അവനില്ല, അവനോടൊരക്ഷരം റബ്ബ് ഉരിയാടൂല. അതുകൊണ്ട് വസ്ത്രം നെരിയാണിക്ക് താഴെ താഴ്ത്തി ഉടുക്കുന്നവർ വലിയ തെറ്റാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൽ മന്നാൻ, ജനങ്ങളോട് ചെയ്തിട്ടുള്ള ഉപകാരങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അവനെ ബുദ്ധിമുട്ടിക്കുന്നവർ, ഞാൻ ചെയ്ത ഉപകാരങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ എടുത്തു പറഞ്ഞ് എന്റെ ആനുകൂല്യം പറ്റിയതിന്റെ പേരിൽ അവനെ ഞാൻ വിഷമിപ്പിക്കുന്നുവെങ്കിൽ എനിക്ക് എന്റെ റബ്ബിന്റെ സംസാരം കേൾക്കാനാവില്ല, എന്നോടവൻ മിണ്ടില്ല, കാരുണ്യത്തിന്റെ നോട്ടം എന്നിലേക്ക് അവൻ നോക്കില്ല. മൂന്നാമതായി പറഞ്ഞത് വൽ മുൻഫിഖു സൽഅതഹു ബിൽ ഹലിഫിൽ കാദിബ്, കള്ളസത്യം ചെയ്തുകൊണ്ട് ചരക്ക് വിറ്റഴിക്കുന്ന ബിസിനസ്സുകാരൻ, അതേ തന്റെ ചരക്ക് ചെലവാകാൻ വേണ്ടി അതിനില്ലാത്ത പരസ്യങ്ങൾ പറഞ്ഞ് നുണ പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തുന്ന ഓ ബിസിനസ്സുകാരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവരോടും അല്ലാഹു മിണ്ടൂല, അവരെ നോക്കൂല, കാരുണ്യത്തിന്റെ ഒരു നോട്ടം പോലും അവരിലേക്ക് റബ്ബിന്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല. മറിച്ച് വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയാണ് അവർക്കുണ്ടാവുക. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും
ശുദ്ധീകരണം നേടിയവർക്കല്ലാതെ റബ്ബിനെ കാണാൻ കഴിയൂല. കണ്ണിനെ നിയന്ത്രിക്കണം, കാതുകളെ നിയന്ത്രിക്കണം, നാവിനെ നിയന്ത്രിക്കണം. എല്ലാം നിയന്ത്രിച്ചവർക്ക് ആരുടെ മുമ്പിൽ ആര് കാണുന്നു പേടിച്ചിട്ട്? അല്ല കാണുന്നു പേടിച്ചവർക്ക് അള്ളാനെ കാണാൻ കഴിയൂ. അല്ല കാണുമെന്ന് പേടിച്ചിട്ട് കണ്ണിനെ നിയന്ത്രിക്കണം. നമ്മളെന്താ ചെയ്യാ? അനാവശ്യങ്ങൾ കാണാൻ നേരത്തെ വാതിലടക്കുന്നു, വാതിലിന്റെ സാക്ഷ നീക്കുന്നു, കുറ്റിയിടുന്നു, ഫാൻ സ്പീഡ് കൂട്ടുന്നു, എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തുന്നു. എന്തിനാ? ഒരു തിന്മ ചെയ്യാൻ, ഒരു തിന്മ കാണാൻ. ജനങ്ങളിൽ നിന്നാ നമ്മൾ മറച്ചു വെക്കുന്നത്. യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അവർ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് ഒന്നും അവർക്ക് ഒളിച്ചു വെക്കാൻ കഴിയൂല. വഹുവ മഅഹും, അവൻ എപ്പോഴും അവരുടെ കൂടെയുണ്ടല്ലോ. ആരെ പേടിച്ചിട്ടാ നമ്മൾ തിന്മ ആളുകൾ കാണിക്കാതിരിക്കാൻ, ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, റഹ്മാനായ റബ്ബ് അവൻ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന അർത്ഥത്തിൽ. സഹോദരന്മാരെ, ഹറാമുകൾ നിർബാധം ചെയ്യുവാൻ സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടൊരുത്തന് വ്യഭിചരിക്കണമെങ്കിൽ, ഒരാളുടെ വീട്ടിൽ കയറണമെങ്കിൽ, ഒരു അന്യ സ്ത്രീയോട് സംസാരിക്കണമെങ്കിൽ നേരിട്ട് സംസാരിക്കേണ്ടിയിരുന്നു. ഇന്ന് വേണ്ട, മൂടിപ്പൊതച്ച് കിടന്നുറങ്ങുന്നവന് പാതിരാവുകളിൽ അവന്റെ പുതപ്പിനുള്ളിൽ വെച്ച് തന്റെ ഇഷ്ടപ്പെട്ടവരുമായി കൊണ്ട് സംസാരിക്കാം, കാമുകിയുമായി സല്ലപിക്കാം, കാമുകന്മാരുമായി സല്ലപിക്കാം. അതല്ലേ ഒളിച്ചോടി പോകുന്നത്? 2 മക്കളുള്ള പെണ്ണ് ഭർത്താവിനെ വേണ്ട, പ്രവാസിയായ ഭർത്താവ് ചെന്നപ്പോഴേക്ക് അവൾ ഒളിച്ചോടി പോയിരിക്കുന്നു. അതുപോലെ തന്നെ ഭാര്യയും മക്കളുമുള്ള ഒരുത്തൻ അവന്റെ ഭാര്യയെ വേണ്ടാതെ മറ്റൊരുത്തിയുടെ കൂടെ പോയിരിക്കുന്നു. സ്വന്തം മകളുടെ പ്രായം പോലുമില്ലാത്തവന്റെ കൂടെ അവൻ ഇറങ്ങിപ്പോയിരിക്കുന്നു. മക്കൾ ഒളിച്ചോടുകയാണ്. എന്താണ് ഇതിന്റെയൊക്കെ കാരണം? സഹോദരന്മാരെ, നമ്മുടെയൊക്കെ കൈകളിൽ കൊണ്ടു നടക്കുന്ന ഈ കൊച്ചു ഉപകരണം, മൊബൈൽ എന്ന വില്ലൻ, അതുപോലെ തന്നെ ഇന്റർനെറ്റ് എന്ന സംവിധാനം, ആധുനികമായ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്ത് റബ്ബിന്റെ ദീനിന്റെ പ്രചരണത്തിന് ഉപയോഗിക്കേണ്ടതിന് പകരം, നന്മകളുടെ മാർഗങ്ങളിലേക്ക് ഉപയോഗിക്കേണ്ടതിന് പകരം നമ്മൾ എന്തൊക്കെയാണ് ഫോർവേഡ് ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ആരാരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി ഞാൻ എന്റെ മൊബൈലുമായി മറ്റൊരു ലോകത്തേക്ക്, ഓരോരുത്തരും അവരവരുടെ ലോകത്തേക്ക് ആരില്ലെന്ന് മറച്ചു വെക്കാൻ കഴിയുമെന്നാ പ്രിയമുള്ളവരെ വിചാരിക്കുന്നത്? ഓ വേണ്ട, പടച്ച റബ്ബിന്റെ കണ്ണുകൾ ഉറങ്ങുന്നില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ. ഓ മക്കളെ, രക്ഷിതാക്കൾ ഉറങ്ങിയെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുന്നുവോ? ഓ രക്ഷിതാക്കളെ, മക്കളും ബന്ധപ്പെട്ടവരുമൊക്കെ ഉറങ്ങിയെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുന്നുവോ? ഓ സഹോദരന്മാരെ, സ്വന്തം റൂമിൽ താമസിക്കുന്നവരൊക്കെ ഉറങ്ങിയെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് തിന്മ ചെയ്യുന്നുവോ? പടച്ച റബ്ബിന്റെ കണ്ണുകൾ ഉറങ്ങുന്നില്ല, അവൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ല നിരീക്ഷകനായി ണ്ട്. അതുകൊണ്ട് എന്നെ റബ്ബ് കാണുന്നുണ്ട്, എന്റെ റബ്ബ് എന്നെ നോക്കുന്നുണ്ട്. ആരാരും കാണുന്നില്ലെങ്കിലും, ഞാൻ ഒറ്റക്കാണെങ്കിലും എന്റെ റബ്ബ് എന്നെ കാണുന്നല്ലോ എന്ന ചിന്തയോടെ, തഖ്വയോടെ ജീവിച്ച മനുഷ്യരെ, നമുക്ക് സന്തോഷിക്കാം. ആർക്ക് വേണ്ടി നമ്മൾ തിന്മ മാറ്റിവെച്ചോ, ആരുടെ പ്രീതിക്ക് വേണ്ടി നന്മ ചെയ്തോ, ആരുടെ പ്രീതിക്ക് വേണ്ടി സ്വതക്ക ചെയ്തോ, ആരുടെ പ്രീതിക്ക് വേണ്ടി നോമ്പെടുത്തോ, ആരുടെ പ്രീതിക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തോ, ആരുടെ പ്രീതിക്ക് വേണ്ടി നല്ല രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മുന്നണി പോരാളികളായി പ്രവർത്തിച്ചുവോ, അവന്റെ പ്രതിഫലം നമുക്കുറപ്പാണ്. ആ റബ്ബിന്റെ കോടതിയിൽ പോയി നിൽക്കുമ്പോൾ അവനിൽ നിന്നുള്ള കൃത്യമായ നിലക്കുള്ള പ്രതിഫലം കിട്ടണമെങ്കിൽ അമലുകളെല്ലാം അവന്റെ മുമ്പിൽ പ്രയോജനപ്പെടുന്ന നിലക്ക് ചെയ്തോളണം. റിയാ ഇല്ലാതെ ചെയ്തോളണം, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തോളണം. മറ്റാർക്കെങ്കിലും വേണ്ടി ചെയ്തത് അള്ളാഹിന്റെ അടുക്കൽ സ്വീകാര്യമാവില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നോക്കൂല. അല്ലാഹു തആല പഠിപ്പിച്ചതായി